ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും ഒരു 20 മിനിറ്റ് മാത്രം മതി. 20 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേറെ ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള നമുക്ക് സ്റ്റീമർ വെച്ച് തന്നെ നമുക്ക് ഈ കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിന് വാനില എസൻസും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമലായിട്ടുള്ള ഒരു ഹാൻഡ് ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത്. നമ്മളെ സാധാ ബീറ്റർ ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ചായി വരും. ഇപ്പോൾ ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതുപോലത്തെ ബീറ്ററൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് സ്പീഡിൽ മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ സാധാ യൂസ് ചെയ്യുന്ന മുട്ട കടയുന്ന സാധനം വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഈ യെല്ലോ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റിഷ് കളറിൽ നമുക്കിത് കിട്ടും. അതുവഴിയാണ് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ട് കണ്ടിന്യൂസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൈറ്റിഷ് കളറ് നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇത് നമുക്ക് ഇതിലോട്ടിപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 100 ഗ്രാം അളവിന് മൈദമാവാണ് ചേർക്കുന്നത്. മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ നമുക്ക് റാഗി മാവോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൈദ ചേർത്താൽ ഇത് നമുക്ക് നല്ലപോലെ വൈറ്റിഷ് കളറിൽ വരും. ഇപ്പോൾ ഒരു പിഞ്ചളവിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് പൗഡറും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് ബേക്കിംഗ് സോഡ ആവശ്യമില്ല, അതുകൊണ്ട് ചേർക്കണ്ട. ഇപ്പോൾ നമുക്കിത് കുറച്ച് പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് വളരെ ശകലം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഒരുമിച്ച് ചേർക്കരുത്. ഒരുമിച്ച് ചേർത്താൽ ലൂസായി പോവും. ഇപ്പം ഞാനൊരു ചെറിയ കപ്പിലാണ് അളവിനാണ് പാലെടുത്തിട്ടുള്ളത്. ഇതിൽ ഞാനൊരു കൂടിപ്പോയാൽ ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ പാല് ഞാനിതിൽ മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഇതുപോലെ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈഡ് മാത്രമേ നമ്മൾ റൗണ്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാവുള്ളൂ. ഇപ്പോൾ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ടോട്ടലി 3-4 ടേബിൾ സ്പൂൺ മാത്രം പാല് മതി. അതിൽ കൂടുതൽ ചേർത്താൽ ലൂസായി പോവും, കൺസിസ്റ്റൻസി നമുക്ക് മാറിപ്പോവും. ഇപ്പോൾ 100 ഗ്രാം മാവിന് 10 ഗ്രാം അളവിന് നമുക്ക് ബട്ടർ എടുക്കാം. ബട്ടർ വന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ട് നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടറും കൂടെ ഇടുന്നതുകൊണ്ട് കുറച്ചുകൂടെ ലൂസായി വരും. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർ എല്ലാ സ്ഥലത്തും മാവിൽ എല്ലാ സ്ഥലത്തും നമുക്കിത് പിടിച്ച് വരണം. ഇപ്പോൾ നമുക്ക് ഏകദേശം ബാറ്റർ റെഡിയായി കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നോ അതെടുത്തിട്ട് നമ്മൾ ശകലം ബട്ടർ ഇട്ട് ഗ്രീസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് മാവ് പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. പകുതിയോളം ഒഴിച്ചാൽ മാത്രം മതി. ഇല്ലെങ്കിൽ നമുക്കത് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്ക്രാച്ച് വീഴുന്ന നമുക്ക് അത് ശരിയായി വരത്തില്ല. അല്ലെങ്കിൽ മുകളിലോട്ട് ഒരുപാട് പൊന്തിയൊക്കെ വരും. അപ്പോൾ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതിയോളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ സ്റ്റീമർ ഞാനൊരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്കൊരു 2-3 പേര് വരെ കഴിക്കാൻ പറ്റുന്ന അളവിനുള്ള കേക്കാണ്. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അതനുസരിച്ച് കൂട്ടി നമുക്കിത് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ടൊരു ആ ഫോയിൽ പേപ്പറിൻ്റെ തന്നെ ഒരടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റീമർ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ടൈറ്റായിട്ടൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടച്ചേക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 20 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കേക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായിട്ട് അതിൽ ഒന്നും ഒട്ടിയൊന്നും വന്നിട്ടില്ല. കേക്ക് ഇപ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇപ്പം നമ്മളിത് തണുത്ത ശേഷം ഒന്ന് നമുക്ക് ഇത് അൺഫോൾഡ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കേക്ക് ഇതുപോലെ നമ്മൾ അൺഫോൾഡ് ചെയ്യാവുള്ളൂ. അപ്പോഴേ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചൂടോടാണെങ്കിൽ പെട്ടെന്ന് അവിടെ പൊട്ടിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് നമുക്ക് കട്ടാക്കി എടുക്കാം. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. വേറെ അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എപ്പോൾ വേണോ നമുക്ക് ഈ സ്പോഞ്ച് കേക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 40 തൊട്ട് 45 മിനിറ്റ് വരെയൊക്കെ നമുക്ക് വേണ്ടി വരും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും ഒരു
20 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ